എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വറുത്തരച്ച ബീഫ് കറി. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യമായി എണ്ണ ഒഴിക്കുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് ഇളക്കുക. അതിൻ്റെ പച്ചച്ചുവ മാറുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് വഴറ്റുക. സവാള ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇറച്ചി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. കുക്കറിലല്ലാത്തത് കൊണ്ട് ഇത് വെള്ളം വേണം. 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇത് ഒത്തിരി വേവില്ലാത്ത ഇറച്ചി ആയതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ആവശ്യമേ ഞാനിവിടെ ചെറിയ കുട്ടിപ്പോത്തിൻ്റെ ഇറച്ചിയാണ് വാങ്ങിയിരിക്കുന്നത്. അതിനുശേഷം മൂടി വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ബീഫ് ഒന്ന് വെന്ത് വരുമ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് അതിന് ചേർക്കാനുള്ള അരപ്പിന് തയ്യാറാക്കാം. അരപ്പിന് ആവശ്യമായി 1/2 കപ്പ് തിരുമിയ തേങ്ങ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 പീസ് കറുകപ്പട്ട, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 6 ഏലക്ക, കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായി വറുത്തെടുക്കുക. ഇത് കരിഞ്ഞു പോകാതെ നന്നായി വറുത്തെടുക്കുക. നല്ല ഗോൾഡ് ബ്രൗൺ നിറമാകണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. വറുത്ത് തേങ്ങ നല്ല മൂത്തതിന് ശേഷം ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായി വറുക്കുക. കരിഞ്ഞു പോകരുത്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലെ പച്ചച്ചുവ മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി സവാള കൂടെ ചേർക്കുക. ഞാൻ ഇതിലേക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. 20 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കുക. നല്ലതുപോലെ വഴറ്റി ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ ചേർക്കുക. കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക. അതിനുശേഷം ഒന്നിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മൂടി വേവിക്കുക. നല്ലതുപോലെ തക്കാളിയും സവാളയും വെന്ത് വരണം. അതിനുവേണ്ടി ഇടയ്ക്കൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. വറുത്ത് വെച്ചിട്ടുള്ള അരപ്പ് അരച്ച് ചേർക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് വേവിക്കുക. അടച്ച് 2 മിനിറ്റ് മൂടി വേവിക്കുക. അതിനുശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഒരു പച്ചച്ചുവ മാറുന്നവരെ വഴറ്റുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഒഴിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. കറിക്ക് ആവശ്യമായ ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി വേവിക്കുക. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങളുടെ വിജയവും. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. തീ ഓഫാക്കിയതിന് ശേഷം 2 അല്ലി കറിവേപ്പില ചേർത്ത് 10 മിനിറ്റ് മൂടി വയ്ക്കുക. അടിപൊളി വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ. ബൈ ഫ്രം ഡിപ്പു സുമി.